അകത്തിരിക്കാൻ പറഞ്ഞു. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. ഇരിക്കൂ. പ്ലീസ് സിറ്റ് ഡൗൺ. മിസ്റ്റർ കേശവൻ. ഐ ആം വെരി സോറി. ഞാൻ മുംബൈ വന്ന് ഇത് തരേണ്ടതായിരുന്നു. ആ ഡോഗ് പൗഡർ റീപ്ലേസ് ചെയ്യാൻ ഇൻസ്ട്രക്ഷൻ ഉണ്ട്. സോറി ഫോർ ദി ഡിലേ. കംപ്ലൈന്റ് പറഞ്ഞാൽ വല്ലവരും കേൾക്കുമോ എന്ന് അറിയില്ലായിരുന്നു പ്രധാനം. എന്തെങ്കിലും പൊതുസാധനം വിറ്റ് കഴിഞ്ഞാൽ പിന്നെ ഷോപ്പുകാർക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ല. കൺസ്യൂമർ സർവീസ് എന്നൊരു ഐഡിയ തന്നെ ഇല്ല നമ്മുടെ നാട്ടിൽ. ശരിയാണ്. സാധനങ്ങൾ ഉപയോഗിക്കുന്നവർക്ക് പലപ്പോഴും പ്രോബ്ലംസ് ഉണ്ടാവും. സ്ത്രീകളാണ് ഇതൊക്കെ ടേക്കപ്പ് ചെയ്യേണ്ടത്. ഇവിടുത്തെ മിക്സി കേട് വന്നിട്ട് 3 ദിവസമായി. റിപ്പയർ ചെയ്യാനായിട്ട് ഒരാളെ അയക്കാൻ ഞാൻ ഫോൺ ചെയ്തു. എത്ര തവണ? ഒരാൾ വരണ്ടേ? ശരിയാണ്. ഇത് റീപ്ലേസ്മെന്റ്. എല്ലാം ഞങ്ങളുടെ കോംപ്ലിമെന്റ്സ് ആണ്. സോ കൈൻഡ് ഓഫ് യു. ഞങ്ങളുടെ അസോസിയേഷനിലെ മെമ്പേഴ്സിനോട് ഞാൻ പറയാറുണ്ട്, ഫൈറ്റ്. കമ്പനിയിലെ ടോപ്പിലുള്ളവർക്ക് എഴുതണം. എന്നിട്ടും ആക്ഷൻ എടുത്തില്ലെങ്കിൽ പത്രങ്ങളിൽ എഴുതണം. ദിസ് ഈസ് വണ്ടർഫുൾ. താങ്ക് യു വെരി മച്ച്. ഹലോ. ഹലോ സാർ. ഡാർലിംഗ്, 1 സെക്കൻഡ്. മിസ്റ്റർ കേശവൻ, ഇവരുടെ ഡോഗ് പൗഡറിനെ പറ്റി ഞാനൊരു കംപ്ലൈന്റ് അയച്ചിരുന്നു. അവരിത് മാറ്റി തന്നു. പ്ലസ് സം കോംപ്ലിമെന്റ്സ്. മേജർ മുകുന്ദൻ, കംപ്ലൈന്റ് അയച്ചാൽ ഈ രാജ്യത്ത് ചിലപ്പോൾ ആക്ഷൻ എടുക്കും അല്ലേ? വിശ്വസിക്കാൻ വിഷമം. Sit down. Some tea for you? വേണ്ട, താങ്ക്സ്. What is the company? ലവ് മീ. ലവ് മീ? ഇന്ത്യൻ കമ്പനിയാണ്. ബ്രിട്ടീഷ് കൊളാബറേഷൻ ഉണ്ട്. പേര് കൊള്ളാം. ബ്രിട്ടീഷുകാരന്റെ ഐഡിയ ആയിരിക്കും. ഞങ്ങളൊരു 17 വർഷം വിദേശത്തായിരുന്നു. ഡാറസലാം, ഈസ്റ്റ് ആഫ്രിക്ക. ഇവിടെ വന്നിട്ടിപ്പോ 2 വർഷമേ ആയുള്ളൂ. എന്റെ സ്വന്തം നാട് ഒരു 15 നാഴിക അകലെയാണ്. ഒറ്റപ്പീടിക. അവിടെ സെറ്റിൽ ചെയ്താൽ മതിയായിരുന്നു എന്ന് ഇപ്പൊ തോന്നുന്നു. പേര് വിചിത്രം അല്ലേ? ഒറ്റപ്പീടിക. അറിയാം. അതിനടുത്താണ് എന്റെ വൈഫിന്റെ ആൾക്കാർ. മാഡത്തിന് വിശ്വാസമായില്ല അങ്ങനെ ഒരു സ്ഥലമുണ്ടെന്ന് പറഞ്ഞപ്പോ. നല്ല സ്ഥലമല്ലേ? യെസ്. അതിനടുത്ത് ചാമ്പ്ര. അവിടെയാണ് ഞാൻ. എരണ്ട വരുന്ന ഒരു പാടമുണ്ട് അവിടെയല്ലേ? ഞാൻ പക്ഷികളെ വെടിവെക്കാൻ അവിടെയൊക്കെ കറങ്ങിയിട്ടുണ്ട് പണ്ട്. വൈഫിന്റെ വീട്ടുപേര്? വീട്ടുപേര് പറഞ്ഞാൽ വൈഫിന്റെ അച്ഛൻ ഫോറസ്റ്റ് റേഞ്ചർ ആയിരുന്നു, ശങ്കരൻ നായർ. ഓ, നമ്മുടെ കാടൻ ശങ്കരൻകുട്ടി. രണ്ടാമത്തെ മകളാണ് എന്റെ വൈഫ്. മൂപ്പർ മരിച്ചു. അറിയാം. അപ്പൊ ഞാൻ കംപ്ലൈന്റ് ചെയ്യുന്നതിന്റെ ഫലം ഉണ്ടായില്ലേ? ഒറ്റപ്പീടികക്കാരൻ തന്നെ വന്നല്ലോ. മറ്റേ താങ്ക് യു സാർ. താങ്ക് യു മാഡം. കഴിഞ്ഞ മാസം കംപ്ലൈന്റ് അറ്റൻഡ് ചെയ്യാത്തതിന് എനിക്ക് എന്റെ ഓഫീസിൽ നിന്ന് വേണ്ടത് കിട്ടി. മേജറുടെ വീട്ടിൽ നിന്നാണെന്ന് അന്ന് അറിയില്ലല്ലോ. താങ്ക് യു. ഡു കം അഗൈൻ. വരട്ടെ. എന്റെ അമ്മോ, ഭയങ്കര അലച്ചിൽ. മോളെവിടെ? ഉറങ്ങി. മാനേജർ പോയില്ലേ? പോയി. പക്ഷെ ഒരു 100,000 കാര്യങ്ങൾ തലയിൽ വെച്ചിട്ടാണ് പോയത്. നാശം. 12-ാം തീയതിയാണ് നമ്മുടെ രാമൻകുട്ടിയുടെ ഇന്റർവ്യൂ. കേശു പറഞ്ഞു. പറഞ്ഞോളാം. ഇപ്പൊ പറഞ്ഞ അയാൾ മറക്കും. തലേന്ന് പറയാൻ കൃഷ്ണമാൻ. ഏടത്തിയോടും കുമാരേട്ടനോടും പറയണ മാതിരിയല്ല ഇവിടെ പറഞ്ഞാലെന്ന് അറിഞ്ഞൂടെ? അവര് വലിപ്പേ പറയുള്ളൂ. കാര്യം വലിയ ഓഫീസറാണേലും ഉപകാരം ചെയ്യില്ല. മേല് കഴുകി വല്ലതും കഴിക്കാൻ നോക്കൂ. അവിടെ ഭഗവാനെ, ഗുരുവായൂരപ്പ. നാളെ ചിലപ്പോ എറണാകുളം പോകേണ്ടി വരും.
മാനേജർ ഉണ്ടാക്കി വെച്ച ഓരോ പുലിവാല്. പ്രമോഷന്റെ കാര്യമൊന്നും പറഞ്ഞില്ലേ? ശരിയാകും, 2-3 മാസത്തിനുള്ളിൽ ഓർഡർ കിട്ടും സൂചിപ്പിച്ചു. അതുവരെ ഭയങ്കര പാടാണ്. അയാളുടെ ശകാരം കേൾക്കുമ്പോ അതൊന്നും സാരമാക്കരുത്. മീനം കഴിഞ്ഞ ജാതകപ്രകാരം അസല് കാലാ. ഒക്കെ ശരിയാവും. അതുവരെ കുറെ മനപ്രയാസമൊക്കെ ഉണ്ടാവുമെന്ന് പണിക്കര് പറഞ്ഞത് ഓർമ്മയില്ലേ? മോടെ ജാതകപ്രകാരം അടുത്ത് വലിയ സ്ഥാനങ്ങളൊക്കെ അച്ഛന് കിട്ടും. ഒരു വീടിന്റെ പേര് ദാർ എസ് സലാം. നീ കേൾക്കുന്നുണ്ടോ സ്റ്റാൻലി? മഹത്തായ ഈ കലാസൃഷ്ടി എന്ന് വെച്ചാൽ ബ്ലേഡ് വിൽപ്പനയുടെ റിപ്പോർട്ട് ഒന്ന് കഴിയട്ടെ. കാശുണ്ട്, ആ 3x റമ്മിന് ആളെ വിട്. ഏരിയ മാനേജർ വിസിറ്റോടെ ഞാൻ മുടിഞ്ഞു. ഹാഫ് മതി. എന്റെ ലേറ്റസ്റ്റ് തിയറി കേൾക്കണോ? ആ, നമ്മളൊക്കെ അര ജീവിതത്തിന്റെ അവകാശികൾ. അര ചായ, അര പാക്കറ്റ് സിഗരറ്റ്, അരക്കുപ്പി മദ്യം. ഈശ്വരൻ അർത്ഥസമ്മതത്തോടെ ഭൂമിയിലേക്ക് വിട്ടവരാവും അല്ലേ? അരപ്പട്ടിണിക്കാർ. നല്ല സിദ്ധാന്തം. എനിക്ക് കാശെട്. 50 രൂപ. ശരിയാണ്ട നീ പറഞ്ഞത്. കടം വാങ്ങാൻ നമ്മൾ ആലോചിക്കുന്നതും അര സെഞ്ചുറി. എനിക്ക് മുഴുവനും വാങ്ങി പാതി എനിക്ക് കിടന്ത. പട്ട മതിയോ? എടാ, സർക്കാർ പട്ടയ്ക്ക് എന്റെ വല്യപ്പന്റെ മണമാ. സത്യതി എന്തെങ്കിലും വരട്ടെ. ഇത് ഫ്രഞ്ച് കൊളാബറേഷൻ ആണ്. ഇന്ത്യയിലെ ഇപ്പോഴത്തെ നമ്പർ 1. ഡസന് 3 ഫ്രീ. വെറുതെ സ്ഥലം മുടക്കിയിട്ട് കാര്യമില്ല. യു ആർ റോങ് സർ. എക്സ്ക്യൂസ് മീ, നമ്മുടെ സ്മോൾ ടൗൺസ്, എസ്പെഷ്യലി നമ്മുടെ കേരള ടൗൺസ് വളരെ ഫാഷൻ കോൺഷ്യസ് ആണ്. ഒരു 4 ഡസൻ വെക്കട്ടെ? വേണ്ട വേണ്ട. എക്സ്ക്യൂസ് മീ. ഗുഡ് മോർണിംഗ് മാഡം. ഓർമ്മയുണ്ടല്ലോ? ഓ, ഗുഡ് മോർണിംഗ്. എന്താ പുതിയ വണ്ടർ പ്രോഡക്ട്സ് വല്ലതും കണ്ടുപിടിച്ചിട്ടുണ്ടോ നിങ്ങളുടെ ലവ് മീ? ഒരു പുതിയ നെയിൽ പോളിഷ് ജഡ്ജ് ചെയ്യാൻ പറ്റിയ ആള് ഇവിടെ തന്നെ ഉണ്ടല്ലോ. പ്ലീസ് ട്രൈ. എന്നിട്ട് ഒരു അഭിപ്രായം പറയണം. യെസ് മാഡം. 2 റെക്കോർഡ്സും ഞാൻ എടുക്കുന്നുണ്ട്. രവിശങ്കറുടെ ജാസ്മിൻ ഒന്ന് വരുത്തി തരുമോ? സ്റ്റേഷൻ റോഡിലെ ഒരു ഷോപ്പിൽ ധാരാളം കളക്ഷൻസ് ഉണ്ട്. ലേറ്റസ്റ്റ് ഒക്കെ അവിടെയാണ് വരുന്നത്. ഇവിടെ ലേറ്റസ്റ്റ് എന്ന് പറഞ്ഞാൽ 5 കൊല്ലം പഴയതെന്ന് അർത്ഥം. ക്വിക്ക് ഡ്രൈയിങ്. ഇത്ര വേഗം മറ്റൊന്നും ഉണങ്ങില്ല. എത്ര ഷെയ്ഡ്സ് ഉണ്ട്? ഞങ്ങൾക്ക് 12 ഷെയ്ഡ്. മറ്റു പലർക്കും 6 ഷെയ്ഡേ ഉള്ളൂ. ഗുഡ്. എല്ലാ ഷെയ്ഡ്സിലും ഓരോന്ന് എടുക്കാൻ ഞാൻ. വെലേതൻ, നെയിൽ പോളിഷ് 12 ഡസൻ കേസ് ഒന്ന് വേഗം കൊണ്ടുവരൂ. മാഡം, മാഡം. ഓ നോ, ഹോണസ്റ്റ്ലി നോ. ഒരു സെയിൽസ്മാനെ സഹായിക്കാൻ ഞാൻ വെറുതെ പറഞ്ഞതാ. വലിയ ഉപകാരം. ഇതൊരു ഗിഫ്റ്റാണ്, കമ്പനിയുടെ കോംപ്ലിമെന്റ്. വാങ്ങിയില്ലെങ്കിലും ഇടയ്ക്ക് ഷോപ്പിങ്ങിന് പോകുമ്പോ ഇടയ്ക്ക് ഞങ്ങളുടെ ഐറ്റംസ് എടുത്തു നോക്കി നല്ല അഭിപ്രായം പറഞ്ഞാൽ ഉപകാരം. ഓ മൈ ഗോഡ്, എന്തെല്ലാം ടെക്നിക്കുകൾ. യു ആർ എ ഗ്രേറ്റ് സെയിൽസ്മാൻ. താങ്ക് യു. ബൈ. ബൈ. അയ്യോ അയ്യോ, അതൊക്കെ താഴത്തിട്ട് ഉടക്കില്ലേ മോളെ? പ്രൊമോഷന്റെ പ്രപ്പോസൽ ബാംഗ്ലൂർ ഓഫീസിൽ നിന്ന് ബോംബെക്ക് പോയി. ഓ, കത്ത് വന്നോ? കത്തല്ല, ബാംഗ്ലൂർ ഓഫീസിൽ വിളിച്ചപ്പോ സ്വകാര്യമായി അറിഞ്ഞതാണ്. ഞങ്ങളുടെ പുതിയ സാധന വേണമെങ്കിൽ നഗത്തിലിട്ടോ. ഞാനിതൊക്കെ ഇട്ട് നടക്കല്ലേ, കണക്കായി. മോളെ വിരൽ കാണിക്ക്, ഞാൻ തരാം. വേണ്ട. എന്റെ വീട്ടിൽ കൂടി ചിലവാകാത്ത സാധനങ്ങളാണ് ഈ നാട് മുഴുവൻ വിൽക്കേണ്ടി വരുന്നത്. ഈ ഗതികേട് ആരറിയും?
നീ എന്താ വല്ലാതെ? തലവേദന, അതുകൊണ്ട് കുളിച്ചില്ല. ഇപ്പൊ സാരമില്ല. അമ്പലത്തിലെ ശിവരാത്രി ഉത്സവത്തിന് സ്റ്റാൾ ഇടാൻ പറയണം. ഭൂമി മലയാളത്തിലുള്ള മുഴുവൻ പെണ്ണുങ്ങളും അവിടെ വരും. സ്റ്റാള് തന്നെ നമ്മുടെ പൗഡർ ബോട്ടിലിന്റെ മോഡലിലാക്കിയാലോ? നിന്റെ മുതലാളി ഗൗണ്ടൻ പകുതി ചിലവാക്കോ? എന്നാ കമ്പനി റെഡി. സാർ എന്തിനാ ഈ അലച്ചില്? ഒരു കുടുംബം കഴിയാനുള്ളത് മുഴുവൻ ഭാര്യ വീട്ടിലെ തെങ്ങും തോട്ടത്തിൽ നിന്ന് കിട്ടുമല്ലോ. അതാ അവൾ എപ്പോഴും പറയുന്നത്. ഒരു സ്വന്തം ബിസിനസ്സിന്റെ ഒരു ചെറിയ ഫാക്ടറി. ആ, കുറച്ചു കാലം കൂടി നോക്കാം. സ്വന്തം പണം ഇട്ട് ബിസിനസ് നടത്തരുത്. ഒന്നുകിൽ ബാങ്ക്, അല്ലെങ്കിൽ സർക്കാർ. സാറിനൊന്നും ജീവിക്കാൻ അറിഞ്ഞൂടാ സാറേ. അതൊക്കെ നമ്മളെ കണ്ട് പഠിക്ക്. സ്റ്റോപ്പ് സ്റ്റോപ്പ് സ്റ്റോപ്പ്. എന്താ? ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. എന്തു പറ്റി? ബ്രേക്ക് ഡൗൺ. ഓ, ഞാൻ TB സാനിറ്റോറിയം വരെ പോയിരുന്നു. ആരവിടെ? വല്ലവരും? ഇല്ല, അവിടുത്തെ രോഗികൾക്ക് ഞാൻ കുറെ പുസ്തകങ്ങൾ കൊടുത്തു. പുവർ തിങ്സ്. അവിടെ ഒരു ലൈബ്രറി ഇല്ല, ഗെയിംസ് ഇല്ല. ഒരു റേഡിയോ കൊടുക്കാൻ ഞങ്ങളുടെ അസോസിയേഷൻ പ്രോമിസ് ചെയ്തിട്ടുണ്ട്. കുറെ മലയാളം ബുക്സ് സെലക്ട് ചെയ്ത് തരുമോ? ഷുവർ. താങ്ക് യു. അരമണിക്കൂറായി ഇവിടെ. എടോ അതെ, ഈ പ്ലഗിൽ കരി കയറിയിരിക്കുക. കരി കരുതല്ല, വയറ് വിട്ടിരിക്കുന്നത്. വയറ് വിട്ടത് തന്റെ. ഇത് ഇവിടെ നോക്ക. ഇത് വാടിപ്പോയി. ഡോക്ടർ ദാസിന്റെ കോമ്പൗണ്ടിങ്ങടെ ചെടിയാ. നല്ല വയലറ്റ് ഫ്ലവേഴ്സ്. ഇത് ഉണങ്ങിപ്പോയത് തന്നെ. എടോ വയറ് തന്റെയാ വിട്ടത്. ഇത് കരി കയറിയിരിക്കുക. അതാണ് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? സെയിൽസ്മാന്റെ ജോലി ഇൻട്രസ്റ്റിംഗ് ആണോ? ചിലപ്പോ. എന്നും യാത്ര, ദിവസം പുതിയ ആൾക്കാരെ കാണാം. രസമായിരിക്കും. സെല്ലിംഗ് ഇസ് ആൻ ആർട്ട്. അതിന്റെ സർവീസ് ടു. എനിക്കും ഔട്ട്ഡോർ വർക്ക് ഇഷ്ടമാണ്. ഓഫീസിൽ ഒരു പോസ്റ്റ് വന്നപ്പോ പ്രൊമോഷൻ ആയിരുന്നു. ഞാൻ വേണ്ടെന്ന് പറഞ്ഞു. എടോ വയറ് വിട്ടാണ്. എടോ അത് കരി കയറിയതാ. അത് വയറ് വിട്ടോ. വയറ് വിട്ടതല്ല, കരി കയറിയ. ഞാൻ പറഞ്ഞില്ലേ വയറ് വിട്ടത് തന്നെ. ഇത് കരി കയറിയതാ. പ്ലഗിൽ കരി കയറിയതാ. താഴെ വന്ന് വയറ് വിട്ടത് പറയുന്നത്. അൺനോൺ സെയിൽസ്മാന്റെ ആത്മകഥ. ഒരു പുസ്തകം ഞാൻ കണ്ടിട്ടുണ്ട്. ഇൻട്രസ്റ്റിംഗ്. മുമ്പ് വായിച്ചിട്ടുണ്ട്. ഷൂസിന്റെ അടി കഴിഞ്ഞാൽ ചെരുപ്പ് കുത്തിയെ കൂടെ നന്നാക്കിക്കാം. പക്ഷെ നാവിന്റെ അറ്റം റിപ്പയർ ചെയ്യാൻ ആരെ ഏൽപ്പിക്കും? അങ്ങനെ ഒരു വാചകമുണ്ട്. അയനോ ഇത് ഇനി തരൂ. ഓ, ഇനി ഇത് പാടില്ല. ഇല്ല, പാടില്ല. ബ്യൂട്ടിഫുൾ പ്ലേസ്. നമ്മുടെ ഫോക്ക് സോങ്സിന്റെ റെക്കോർഡ്സോ കാസറ്റ്സോ അവൈലബിൾ ആണോ? ഉണ്ടാവും. ഞാൻ നോക്കട്ടെ. കിട്ടുന്ന കളക്ട് ചെയ്യാം. നമ്മുടെ കുട്ടികൾക്ക് അബയെ അറിയാം. മൈക്കിൾ ജാക്സനെ അവർ പൂജിക്കും. നമ്മുടെ സ്വന്തം ഒറിജിനൽ മ്യൂസിക് അതറിയില്ല. വാട്ട് എ പിറ്റി. മ്യൂസിക്കിൽ ഇൻട്രസ്റ്റ് ഉണ്ടോ? സംഗീതം പഠിക്കണമെന്നായിരുന്നു ചെറുപ്പത്തിൽ ഒരേ ഒരു ആഗ്രഹം. നടന്നില്ല. അങ്ങനെ ആഗ്രഹിച്ചത് പലതും നടന്നില്ല. ഇനി പറഞ്ഞിട്ടെന്ത് കാര്യം? ലൈഫിൽ എപ്പോഴും സംഭവിക്കുന്ന അങ്ങനെയാ. കാറ് ശരിയായില്ല. ഒരു മെക്കാനിക് ഇല്ലാണ്ട് ശരിയാവൂല. ഇവിടെ അടുത്ത് ഒരു വർക്ക്ഷോപ്പ് ഉണ്ട്. അവിടെ പോയാ മതി. കഴിഞ്ഞ ആഴ്ച വർക്ക്ഷോപ്പിൽ എന്ത് ചെയ്തു? നിങ്ങൾ അടുത്ത് നിന്ന് പണി ചെയ്യിച്ചെന്നല്ലേ പറഞ്ഞത്? ഞാൻ ഓടി വരാം. താൻ ഓടി വരെ ചാടി വരെ എന്തെങ്കിലും ചെയ്യപ്പാ. ഞാൻ ഓടി വരാ. പാടുന്നത് വാനിലിരിക്കാൻ വിഷമമില്ലെങ്കിൽ നമുക്ക് പോവാം. ഉം.
ഇരിക്കാൻ വിഷമമില്ലല്ലോ. നോ, ഫൈൻ, ജസ്റ്റ് ഫൈൻ. താങ്ക് യു. വരൂ. ഓ മിസറബിൾ ഡാർലിംഗ്, കാർ വഴിക്ക് വെച്ച് ബ്രേക്ക് ഡൗൺ ആയി. ആ വർക്ക്ഷോപ്പുകാരെല്ലാം wretched fellows. വെറുതെ ബില്ലയക്കാൻ മാത്രം. ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ്. വേൻ ആ വഴിക്ക് വന്നു. മെക്കാനിക്കിനൊക്കെ തേടി പിടിച്ച് സൗകര്യം പോലെ കൊണ്ടുവരട്ടെ. കമിൻ. ഞാൻ വരൂ.